നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവ കഥയാണ്. കാരണം എൻ്റെ ഈ ചാനലിൽ കൂടി, എനിക്ക് 2 ചാനലുണ്ട്. ഈ ചാനലിൽ കൂടി ഞാൻ പ്രേതാനുഭവ കഥകളാണ് അധികമായും പറയുന്നത്. കാരണം ഈ ചാനൽ കാണുന്ന മിക്ക ആൾക്കാരും അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രേതത്തിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ സംഭവിച്ചു പോയ സംഭവങ്ങളുടെ യഥാർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ചാനൽ കാണുന്നവരാണ് അധികം പേരും. മറ്റൊരു ചാനൽ എനിക്കുള്ളത് ഗുരുവര എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് ജ്യോതിഷപരമായിട്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ ദിവസം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈശ്വര വിശ്വാസികളാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ചാനൽ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ച് ബുക്ക് ചെയ്തോളൂ. 1-2 ചെറിയ കാര്യങ്ങൾ അനുസരിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴി മറുപടി തരാം. അതിന് ശേഷം നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ എന്നും വളരെ ആഗ്രഹമുള്ളതാണ്. അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ആൾക്കാർ. പേടിയോടുകൂടിയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അധികവും. അതുകൊണ്ട് എന്നോട് വിളിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന മിക്ക ആൾക്കാരും ഇതൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പലരും എൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര അനുഭവങ്ങൾ കിട്ടുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ പ്രേതം എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു ചോദിക്കുന്നതാണ്. വന്നാൽ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതങ്ങനെ പിടിക്കുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രേതം പിടിക്കുന്നത് പല രൂപത്തിലാണ്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും വരുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് വരുന്നു വെച്ചാൽ നമ്മൾ ഈ വിജനമായ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നു. പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടി തോന്നുന്ന ശ്മശാനങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. പെട്ടെന്ന് നമുക്കൊരു ഭയം, എന്തെങ്കിലും ഒരു നിഴലാട്ടമോ അല്ലെങ്കിൽ ഒരാൾ പോകുന്നതായിട്ടോ എന്തെങ്കിലും കാണുകയും പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വഴിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രേതം കയറുന്നു. അതാണ് ഒരു പ്രധാന മാർഗം. പിന്നെ അല്ലാതെ ചില ശത്രുതകൾ വഴി ചില ആൾക്കാരോട് ശത്രുത തോന്നിയാൽ അവനെ നശിപ്പിക്കുവാനായിട്ട് ഈ പ്രേതങ്ങളെ, ആത്മാക്കളെ കയറ്റിവിടുന്ന ഗോസ്റ്റുകളെ, മറ്റ് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് മനഃപൂർവ്വം കയറ്റിവിടുന്ന ചില പ്രക്രിയകളുണ്ട്. അധർവം പോലുള്ള ചില ദുഷ്കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. ആൾക്കാരുടെ ആവശ്യം ഇതാണ്. അങ്ങനെയും മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ, ഗോസ്റ്റുകൾ കയറാറുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ അറിയേയില്ല ഇങ്ങനൊരു ഗോസ്റ്റ് ഉണ്ടെന്നോ വന്നെന്നോ ഒന്നും അറിയില്ല. ഇത് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ സ്വഭാവം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വരുന്ന ആ ഒരു അനുഭവം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിലേക്കൊരു ഗോസ്റ്റ് കയറി എന്നുള്ളത്, ഒരു പ്രേതം കയറി എന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരു ഉൾപ്രദേശമാണ്. ഉൾപ്രദേശത്ത് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ എന്നെ കാണാൻ വന്ന കാര്യം വെച്ചാൽ അവരുടെ വീട്ടിലെ ഒരു സ്ത്രീക്ക് ഒരു 50 വയസ്സോളം പ്രായം വരുന്നുണ്ട്. ആ സ്ത്രീക്ക് ഒരു പ്രേതം പിടിച്ചു. ഇതെങ്ങനെ പിടിച്ചു എന്ന് അവർക്ക് ആർക്കും അറിയില്ല. പ്രേതം പിടിച്ചെന്ന് വെച്ചാൽ ഈ പ്രേതം ശരീരത്തിൽ വന്നിട്ട് തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ പ്രേതം പിടിച്ച സ്ത്രീക്ക് ഈ കേരളം വിട്ട് ഒരിടത്ത് അവർ പോയിട്ടില്ല. കേരളത്തിൽ തന്നെ അവരുടെ ഒരു പഞ്ചായത്ത് വിട്ടിട്ട് പുറത്ത് പോകുന്നത് വലിയ കുറവാണ്. പക്ഷെ അവർ തമിഴ് സംസാരിക്കുന്നു. പണ്ടെന്തോ തമിഴന്മാർ വന്നു പോയി അങ്ങനെ ഈ അക്രി പിറക്കാനൊക്കെ വരുന്ന അവരുടെ മലയാളം തമിഴും കൂടെ കലർന്നിട്ടുള്ള ഒരു ഭാഷയൊക്കെ അവർ അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒന്നും അവർക്കറിയില്ല. പക്ഷേ ഇത്രയും അറിവുള്ള ഒരു സ്ത്രീ തമിഴ് വളരെ ഭംഗിയായി സംസാരിക്കുന്നു. അവർ ശരീരത്തിൽ ഒരു പ്രേതം കയറിയിട്ട് അവരാളാകപ്പറം അങ്ങ് മാറിപ്പോവും. മുടിയെല്ലാം പിരുത്തിട്ടിട്ട് പറയുന്നത് ഒരു തമിഴ്ത്തിയുടെ പേര് പറയുന്നുണ്ട്, തമിഴ് സ്ത്രീയുടെ. ഞാൻ ആ സ്ത്രീയാണ്. എനിക്ക് എൻ്റെ ഊർക്ക് പോകണം, എൻ്റെ നാട്ടിലേക്ക് എനിക്ക് പോകണം. എൻ്റെ മറ്റ് ബന്ധുക്കളെല്ലാവരും എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പിന്നെ എൻ്റെ അപ്പ, എന്നോട് അമ്മ, പിന്നെ അവരുടെ അപ്പയും അമ്മയും, അങ്ങനെ ഒരു 3-4 തലമുറ എനിക്ക് വേണ്ടി എന്നെ കാത്ത് എൻ്റെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് അവിടെ പോകണം, എത്രയും പെട്ടെന്ന് പോകണം. ഇനി എനിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. വർഷങ്ങളായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. എനിക്കിനി അങ്ങോട്ട് പോയേ പറ്റൂ. എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോ എന്നാണ് പറയുന്നത്. എനിക്കല്ലാതെ പോകാൻ സാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ അപ്പോൾ ഇവർക്ക് ഈ കേട്ടുകൊണ്ടിരുന്നവർ അന്തം വിട്ടു പോകുന്നു. ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഈ അടുത്തുള്ള സ്ത്രീകളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രേതമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും പിടികിട്ടുന്നില്ല. അങ്ങനെ കൊണ്ടുപോകുന്നു പറഞ്ഞ് കുറേ നിർബന്ധിക്കും. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവരെന്തെങ്കിലുമൊക്കെ മുടന്ന ന്യായങ്ങൾ അങ്ങോട്ട് പറയും, വരട്ടി വഴക്കൊക്കെ പറയുന്ന സമയത്തിന്
പെട്ടെന്നങ്ങ് അക്രമാസക്തിയാകും. അടുത്ത് നിൽക്കുന്നവരൊക്കെ അടിക്കുക, ഇടിക്കുക, വലിച്ചു കീറുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങൾ ആരും വരണ്ട, എൻ്റെ നാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടമാണ്. എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ച് വീണ്ടും നേരെ വീട്ടിനകത്ത് കൊണ്ടിടും. ഇതിങ്ങനെ നിരന്തരം, ഇത് കുറച്ച് ദിവസമായി, 2-3 മാസമായെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും. അവൻ ഭർത്താവും കുട്ടികളും മറ്റു ബന്ധുക്കളും തൊട്ടടുത്തുള്ള സ്ത്രീകളും ഒക്കെ ഉണ്ട്, അയൽവക്കക്കാരും ഒക്കെ. എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാണ്. ഇവർക്കിത് എവിടെ നിന്ന് വന്നു, എങ്ങനെ പിടിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല. ഈ ഒരു സംഭവം ഇവർ കാണിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇവരിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായത് പോലും. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് ആരാണ്, എന്ത് പ്രേതമാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും അവർക്കറിയാം. തമിഴ് സംസാരിക്കുന്നു, തമിഴ്നാട്ടിൽ പോകണം, അവിടെ പോയി അവിടെ ബന്ധുക്കൾ 1, 2, 3 തലമുറയിൽപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും ഇത് കേട്ടോണ്ട് അന്തം വിട്ടു. ഇത്രയും അപ്പൂപ്പൻ അങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയാം. അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഉണ്ട്, ജീവിച്ചിരിക്കുന്നു, അവിടെ ഉണ്ട്. എനിക്ക് അവരുടെ അടുത്ത് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു സീനെന്ന് വെച്ചാൽ, മുൻപിൽ ഒരു വരാന്ത, സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്, അവിടെ ഈ സ്ത്രീ ഇങ്ങനെ തറയിൽ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്, മുടിയൊക്കെ പിരുത്തിട്ട്. ഒരുപാട് സ്ത്രീകളും ആൾക്കാരും ഒക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് 2-3 ഞാൻ അവിടെ എത്തുന്നത്. എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തി. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് കണ്ണ് തെറ്റി അവർ ഓടും. ഇവർ തമിഴ്നാട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എവിടെ പോകുമെന്നറിയത്തില്ല. പക്ഷേ ഈ ഭാഗത്തുനിന്ന് അവർ തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓടുന്നത്. ഇനി തമിഴ്നാട് എത്തൂലേ, അല്ലെങ്കിൽ തന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഇവർക്ക്? അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ അവർ വന്നു നിന്ന് വെപ്രാളപ്പെടണം. അപ്പോഴെന്നെയും കൊണ്ടുപോയാൽ കൊള്ളാം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അടുത്ത ദിവസം, അതിൻ്റെ അടുത്ത ദിവസം 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തി. ഞാൻ എത്തുമ്പോൾ കാണുന്നത് ഒരുപാട് ആൾക്കാർ. അപ്പം ഈ ആൾക്കാരുടെ സ്ഥിരം അവിടെ ഉണ്ട്, രാപകലുണ്ട്. ഈ സ്ത്രീ ഓടിപ്പോകാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാനോ എന്നെപ്പോലുള്ള ഒരാളോ ചെന്ന് പെട്ടെന്ന് ഈ കേസൊന്ന് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് ഉറക്കമില്ല, ആ കണക്കിന് നിൽക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിപ്പോയി. അപ്പോൾ ഈ സ്ത്രീ അവിടെ ഇരിക്കുന്നു, ചുറ്റിനും ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദൂരെന്ന് ഞാൻ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പോഴത്തേക്ക് ആരോ 2 പേര് വന്ന വഴി നിന്ന് റോഡിൽ നിന്ന് എന്നെ വിളിച്ചിട്ട്, റോഡ് കഴിഞ്ഞ് കുറച്ച് അകത്തേക്ക് കയറി പോകുന്ന വഴിയാണ്, ആ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴി അറിയാത്തതുകൊണ്ട് എൻ്റെ കൂടെ 2-3 പേരുണ്ട്. അപ്പം ഞാൻ വരുന്ന കണ്ടുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാവരും എണീറ്റു. ഇങ്ങനെ വരുന്നല്ലോ എന്നുള്ളത് വെച്ചിട്ട് എണീറ്റ് ഉടനെ അപ്പം ആ നിൽക്കുന്നവർക്ക് ഞാൻ വരുന്ന കാര്യം അവരോട് മറ്റുള്ളവർ വിളിക്കാൻ വന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീക്ക് അറിയില്ല. എന്നെ കണ്ടുടനെ സ്ത്രീ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇരുന്നവരാണ്. ഒന്നുകൂടി ഉയർന്നിട്ട് കയ്യാട്ടി എന്നെ വിളിക്കണം, ഇങ്ങ വാ എന്നുവെച്ചാൽ വേഗം വാ, ഓടി വാ, ഇങ്ങ് വാ, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോയിക്കോ, എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവിട്, എൻ്റെ അമ്മ എല്ലാവരും ഉണ്ട്, അവിടെ കൊണ്ടുവിടുക. ഇവരോ ആരോടും പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല, ഞാൻ ആരാണെന്ന് മനസ്സിലാകുന്നില്ല, എൻ്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. എന്നെ കൊണ്ടുവിട്, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ഞാൻ പൊയ്ക്കൊള്ളാം, എന്നെ അവിടെ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എൻ്റെ സാവകാശമായിട്ടിരുന്നു. ഞാൻ പറഞ്ഞ് കൊണ്ടുവിടാം, നീ ആരാണ്, എന്തിനാണ് ഈ ശരീരത്ത് വന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ വന്നത് ഈ ശരീരത്ത് വന്ന് എനിക്ക് പോകണം, എൻ്റെ നാട്ടിലേക്ക് എനിക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ശരീരത്ത് വന്നത്. എങ്ങനെ നീ ശരീരത്ത് കയറി? അപ്പം പറഞ്ഞ മറുപടി, എനിക്ക് ശരീരം ഇഷ്ടപ്പെട്ടു, എനിക്ക് കയറാൻ പറ്റുന്നൊരു സന്ദർഭം ഉണ്ടായതുകൊണ്ട് ഞാൻ കയറിയതാണ്. ഞാൻ എത്ര വർഷമുണ്ട് ഈ ഭാഗത്തുണ്ട്, എത്രയോ വർഷം, ഒരുപാട് വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞൊന്നും നമുക്ക് വ്യക്തമായില്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പോട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ചോദ്യം പറച്ചിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സംഭവം എന്തെന്ന് പറയാം. അതായത് ഇവരുടെ വീടിൻ്റെ ഇപ്പോൾ ഈ പ്രേതം പിടിച്ച സ്ത്രീയുടെ വീടിൻ്റെ അടുത്തൊരു മുൻപൊരു വീടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.
എന്നുവെച്ചാൽ ഇവർക്കൊന്നും അത് ഓർമ്മയില്ല. അവിടെ കുറച്ച് തമിഴത്തികളൊക്കെ വന്ന് താമസിച്ചിരുന്നു. അവർക്ക് ഈ ആക്രി പറക്കോ കപ്പലിൻ്റെ കച്ചവടം എന്തൊക്കെയായിരുന്നു അവരുടെ ഒരു ബിസിനസ്. അങ്ങനെ അതിലുണ്ടായിരുന്ന ഒരു തമിഴത്തി ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ എങ്ങനെ ആയിപ്പോയി. മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരൊരു ഗർഭിണിയായിരുന്നെന്ന് അറിയുന്നത്. അതിന് അവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, അത് ഒന്നും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന പ്രായമുള്ള സ്ത്രീകൾ പറഞ്ഞു, പണ്ടിങ്ങനെ ഇവിടെ ഒരു തമിഴ് കൂട്ടം ഇവിടെ വന്ന് താമസിച്ചിരുന്നു, അതിൽ ഒരു സ്ത്രീ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് പോയി, ഇവിടുത്തെ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് പോയി, പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അവർ വാടകയ്ക്കാണ് അവിടെ താമസിച്ചിരുന്നത്. അവർ പോയി അപ്പം ഈ പറഞ്ഞ സംഭവം നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ ശരീരത്തിൽ പിടിച്ചിരിക്കുന്ന ആ സ്ത്രീ അവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. അവർക്ക് ഇതൊന്നും അറിയില്ല. ഇവിടുത്തെ ഒരു പുരുഷന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. ഇവർ കല്യാണം കഴിച്ച് വരുന്നതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പാണ്. അതായത് ഈ പ്രായമായ സ്ത്രീയുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്തോ സംഭവിച്ചു പോയത് ഒരു സംഭവമാണിത്. അപ്പം ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ വന്ന് താമസിച്ചിരുന്ന ഒരു തമിഴ് കുടുംബത്തിലെ ഒരു തമിഴത്തി മരിക്കുകയും ആ പ്രേതം ഈ ശരീരത്തിലേക്ക് പിടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ അപ്പം സ്ഥലം കാണിച്ചു തന്നു ആൾക്കാർ. അപ്പം കാണുന്നത് ഒരു വലിയ മരങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ വീടൊന്നുമില്ല. പണ്ട് എന്തോ ഒരു കട്ടകെട്ടി വീട് ഉണ്ടായിരുന്നു, അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. പിന്നെ അവിടെ വീടൊന്നും വെച്ചില്ല. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ എന്തോ ഒരുപാടുണ്ട്. പിന്നെ അതിന് ചുറ്റിനും ഇങ്ങനെ ഈ പൈനാപ്പിളൊക്കെ വേലി കണക്കാക്കി ഇങ്ങനെ പൈനാപ്പിളൊക്കെ വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ആ വീട്. അവിടെ ഒന്നും ആരും അങ്ങനെ കയറി പോകാനൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ ഇവർ സ്ഥിരമായിട്ട് അവിടെ എന്തെങ്കിലും വിറകെടുക്കാനോ എന്തെങ്കിലും ആവശ്യം അവിടെ പോകാറുണ്ടോ എന്ന്. ഇപ്പം ഇല്ല, പോകാൻ പറ്റില്ല. കാര്യം അവിടെ ഈ പൈനാപ്പിളൊക്കെ നിൽക്കുന്നുണ്ട്, ആരും അതിനകത്ത് കയറില്ല. അപ്പം ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും അങ്ങോട്ടൊന്നും പോകത്തില്ല. പിന്നെ ഇതെങ്ങനെ പിടിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഒഴിപ്പിക്കാം എന്നുള്ളതിൽ അപ്പം ഇദ്ദേഹം പറയുന്നത് എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു, ശരി, നിന്നെ കൊണ്ടുപോകാം, ഒഴിപ്പിച്ചിട്ട് ഒരു പാവയിലാക്കി കൊണ്ടുപോകാം. ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ പൂജ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഞങ്ങൾ പൂജ തയ്യാറാക്കി പൂജയുടെ അന്ന് ഞങ്ങൾ അവിടെ എത്തുകയാണ്. എത്തുമ്പോഴത്തേക്ക് ഈ സ്ത്രീ വീണ്ടും അനുഗ്രഹിച്ചിട്ട് പറയാണ്, എന്നെ പാവയിലൊന്നും ആക്കി കൊണ്ടുപോകണ്ട. അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പ അമ്മ എല്ലാം ഇവിടെ വരണം, എൻ്റെ ബന്ധുക്കളെല്ലാവരും ഇവിടെ വരണം, വന്ന് അവർ വേണം എന്നെ കൊണ്ടുപോകാനായിട്ട്, അല്ലാതെ ഞാൻ പോകില്ല. അപ്പോഴത്തേക്ക് ഈ കക്ഷിയുടെ സ്റ്റൈല് മാറി. ആദ്യം പൊയ്ക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ നിബന്ധനകൾ വെച്ചു. തമിഴ്നാട്ടിൽ അവരുടെ വീടും അതിൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞ് അവിടെ പോയി ആരൊക്കെ ഉണ്ട് അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതിനിങ്ങനെ പാവയിലാക്കി അവരുടെ കയ്യിൽ കൊടുക്കണം. കൊടുത്താൽ മാത്രമേ പോകൂ, ഇല്ലെങ്കിൽ ഞാൻ പോകില്ല, ഞാൻ ഈ ശരീരം കൊണ്ടേ പോകുള്ളൂ. പിന്നെ വെല്ലുവിളിയായി, ഗുണ്ടാ വിളയാട്ടമായി. നീ വിചാരിച്ചാലൊന്നും നടക്കത്തില്ല, നീ ഒന്നുമല്ല, എൻ്റെ മുന്നിൽ നീ ഒന്നുമല്ല, ഞാൻ ശപിച്ചു കളയും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് ശൈലൊക്കെ മാറി. അങ്ങനെ വീണ്ടും നമ്മൾ ഈ പൂജാ കാര്യങ്ങൾ. അപ്പം ആദ്യം നമ്മളൊരു കണക്കിന് തുടങ്ങും. ഞാനല്ല, ഇങ്ങനെ ചെയ്യുന്നവരെല്ലാവരും അങ്ങനെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ പിന്നെ കടിപ്പിച്ച് വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ. വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുത്തി നേവിക്കുകയോ അല്ലെങ്കിൽ ചൂലുകൊണ്ട് അടിക്കുകയോ ഒന്നുമില്ല. കർമ്മങ്ങൾ വഴി ഈ ആത്മാവിന് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ അതായത് അവരെ നമ്മളൊരു ബന്ധനത്തിലേക്ക് കൊണ്ടുവരും. ആ സമയത്തിന് ഇവർ പെട്ടെന്ന് സമ്മതിക്കും. അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്ക് ഉണ്ടാകും. അത് ശാരീരികമായിട്ടുള്ള വേദനയാണോ എന്താണെന്നോ അവർക്ക് ശരീരമില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ആത്മാവിന് ഏതെങ്കിലും വിധത്തിൽ വേദന ഉണ്ട്, അതങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞിട്ടാണ് പിന്നെ സമ്മതിക്കുന്നത്. അത് ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവന്നു. ഈ ആത്മാവിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് സമ്മതിക്കുന്നുണ്ട്. എന്നെ ഉപദ്രവിക്കേണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. എന്നെ എങ്ങനെ കൊണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞ്, ഒരു തടിയിലുള്ള ഒരു സ്ത്രീയുടെ രൂപം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇതിലേക്ക് നിന്നെ മഞ്ഞൾ പുരട്ടി, അപ്പം പറഞ്ഞ് മഞ്ഞളൊക്കെ പുരട്ടണമെന്നോ, അതിനകത്ത് മഞ്ഞൾ പുരട്ടി, പിന്നെ സുഗന്ധങ്ങളൊക്കെ പുരട്ടണം. അപ്പോൾ ഈ സെൻറ്റ് അത്തറൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ കാണാം. അതൊക്കെ ഇട്ടിട്ടാണ് ആവാഹിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് ആരെങ്കിലും കൊണ്ടുപോയി അവിടുത്തെ ഏതെങ്കിലും തമിഴ്നാട്ടിലെ ഒഴുക്കുള്ള നദിയിൽ ഒഴുക്കി വിട്ടാൽ മതി, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കൊള്ളാം. അത് പിന്നെ എങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ കൊള്ளாം, എന്നാലും കുഴപ്പമില്ല, പോയാൽ മതി എന്നുള്ള. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴത്തേക്കാണ് അവിടെ ഉള്ളവർക്ക് അറിയണം ഇത് എങ്ങനെ ഈ ശരീരത്തിലേക്ക് വന്നു എന്ന് അറിയണം. അതുകൂടെ അറിഞ്ഞിട്ട് നമുക്കിതിനെ പറഞ്ഞു വിട്ടാൽ മതി. അപ്പം ഞാനും വിചാരിച്ചു, ശരിയാണ്, ഇതങ്ങനെ. അപ്പം അവിടെ അങ്ങനെ മരണപ്പെട്ടു, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. ആ പ്രേതം ഇതിലേക്ക് വന്നു.
തീർന്നു. പക്ഷേ ഇതെങ്ങനെ വന്നു എന്നറിയണ്ടേ? അപ്പം ഞാൻ ചോദിച്ചു, നീ ഇതെങ്ങനെയാണ് ഈ ശരീരത്ത് കയറിയത്, അത് പറയാമോ? നിൻ്റെ അടുത്ത് വന്നിട്ടാണോ കയറിയത്? അപ്പോൾ അവൻ പറഞ്ഞു, അല്ല, ഞാൻ ഇവിടെ വന്നതാണ്. എങ്ങനെ വന്നു? അപ്പോഴാണ് പറഞ്ഞത്, അവിടെ നിന്ന ഒരു മരം, ഈ പ്ലാവോ ആഞ്ഞിലോ അങ്ങനെ എന്തോ ആയിരുന്നു, അവിടെ അത് മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം ഇവർ വാങ്ങിച്ചു. ഇവർക്ക് കട്ടിലെന്തോ പണിയാൻ, അതായത് കട്ടിൽ ഫ്രെയിം ഉണ്ടായിരുന്നു, പിന്നെ പലക എന്തൊക്കെ ദ്രവിച്ചു പോയപ്പോഴത്തേക്ക് പലക മാറ്റാൻ വേണ്ടിയിട്ട് അയാളോട് ചോദിച്ചു. അയാൾ ഒരു ഇതിനാവശ്യമായിട്ടൊരു ഒരു ഒരു മര കഷ്ണം കൊടുത്തു. ഇവരതിന് ആശാരിയെ കൊണ്ടുവന്ന് ആശാരി പാകപ്പെടുത്തി ഇതിനകത്ത് അടിച്ചു കൊടുത്തു. ആ പലകയിലാണ് ഈ സ്ത്രീ കിടന്നുറങ്ങിയത്. ഭർത്താവ് നാട്ടിലെന്നല്ല, മറ്റൊരു ജില്ലയിൽ ജോലി ചെയ്യണം. അയാൾ ആഴ്ചയിലോ 2 ആഴ്ച മാസത്തിലൊരിക്കലേ വരുള്ളൂ. അങ്ങനെയാണ് അപ്പോൾ ആ മരത്തിൽ ഞാൻ വസിക്കുകയായിരുന്നു. അതുവഴിയാണ് ഞാൻ ഈ കട്ടിലേക്ക്, അതായത് എൻ്റെ സാന്നിധ്യം അപ്പോൾ ഈ മരത്തിനോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ കിടന്നപ്പോൾ എനിക്ക് അവളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റി. ശരിക്കും നമുക്ക് കിട്ടുന്നൊരു പുതിയ അറിവാണത്. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറും നമ്മൾ അറിയാതെ എന്നുള്ളത്. അപ്പോഴത്തേക്കാണ് ഈ കുട്ടികൾ ഇച്ചിരി മുതിർന്ന കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ശരി തന്നെയാണ്, ഈ കട്ടില് ആശാരിമാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് അച്ഛൻ്റെ മുറിയിലാണ് ഈ കട്ടിൽ കിടന്നത്. തിരിച്ച് അവിടെ തന്നെ കൊണ്ടിട്ടു. ആ കട്ടിൽ കിടന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം വന്നതെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികൾ എടുത്തു പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഞങ്ങൾ ഉറപ്പിച്ചു അത് പറഞ്ഞത് സത്യം തന്നെ, കള്ളമൊന്നും പറഞ്ഞില്ല. അത് അങ്ങനെയല്ല, ചില പ്രേതങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നൊട്ടാ കുരുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞാലേ പേര് വരെ മാറ്റി പറഞ്ഞിട്ടുണ്ട് ഒരുപാടെണ്ണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് പറ്റിപ്പും കിട്ടിയിട്ടുണ്ടോ. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ പിന്നെ മഞ്ഞളുമൊക്കെ ഇട്ട് കണ്ണും പുരുവൊക്കെ എഴുതി കുങ്കുമം കൊണ്ട് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കി ചെറിയ വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് അതിലേക്ക് ആവാഹിച്ചിട്ട് എല്ലാം പട്ടിലൊക്കെ പൊതിഞ്ഞ് കുറച്ച് ചെറുപ്പക്കാരെ പോകാൻ തയ്യാറായി അവരെല്ലാം കൊടുത്തു വിട്ടു. അവരതിനെ കൊണ്ട് നേരെ ഒരു കാറും എടുത്ത് നേരെ ആ തമിഴ്നാട് ഭാഗത്ത് എവിടെ കൊണ്ടുവന്ന് ഒഴുക്കി. പക്ഷെ അതിനുശേഷം ഈ സ്ത്രീക്ക് പിന്നെ ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ സ്ത്രീ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് പേടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങളാരും കാണുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യ സംഭവമാണിത്, അല്ലെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നതാണ്. ഇത് ഇല്ല എന്ന് ഒരുപാട് പേര് പറയും. പക്ഷേ ഇത് എനിക്കും ഇല്ല, ഇങ്ങനെ പ്രേതങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം അത് വരുത്തുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ അത് വരുത്തുന്ന ദുരിതങ്ങൾ വളരെ വലുതാണ്. അതായത് ഈ വെറും പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവരുടെ കുടുംബങ്ങളിലൊക്കെ ഇത് വന്നിട്ട് ഒരുപാട് പേരെ ഞാൻ അങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. അവർക്കൊന്നിനും നിവൃത്തിയില്ല. ഒരു 10 രൂപ കൊടുത്തൊരു നൂല്, ഒരു ചരട്, കൈ കിട്ടുന്ന ചരട് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദയനീയമായി മുഖത്ത് നോക്കുന്നവരാണ്. അങ്ങനെ ഉള്ളവരിലൊക്കെ ഇത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് എന്താണ് പറയുന്നത്, ഒന്നും വാക്കുകളില്ല അത് വിവരിക്കാനായിട്ട്. അപ്പം അങ്ങനെ അത്ര കഷ്ടപ്പെട്ട് നമ്മളിത് മാറ്റിക്കൊടുക്കുമ്പോൾ ഈ പ്രേതങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറുതെയാണ്, മാനസിക പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ പറയുന്നവർക്കാണ് മാനസിക പ്രശ്നങ്ങൾ. കാരണം ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണിക്കാത്ത സംഭവങ്ങളാണ് ഈ കാണിക്കുന്നത്. ആരോടും കാണിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ഈ പ്രേതം പിടിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നത്. ഇതിൽ നിന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കിക്കൂടെ, സ്വബോധത്തോടു കൂടിയല്ല ഇത് ചെയ്യുന്നത്. എന്നാൽ ഇത് രോഗമാണെന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാലോ അവരും കൈവിടുന്നൊരവസ്ഥ. അങ്ങനെ വിടുന്ന കേസുകളാണ് ഏറ്റവും കൂടുതൽ ഞാനെടുത്ത് പരിഹരിക്കുന്നത്. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ ഡോക്ടറെ കാണണം. കാരണം ഇതുപോലുള്ള ചില വിഷയങ്ങൾ മാനസിക രോഗങ്ങൾ കൊണ്ടും വരാറുണ്ട്. അപ്പം ആദ്യം നമുക്ക് പരിഗണന കൊടുക്കേണ്ടത് മരുന്നിന് തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും നമ്മൾ ആദ്യം ഡോക്ടറെ കാണുക, മരുന്ന് കഴിക്കുക. അവിടെ കുറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഉള്ള പ്രേതബാധ, ഇതണക്കുള്ള പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടുപിടിച്ചാലേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ അവിടെ വരാം. അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് അത് കണ്ട് പിന്നീട് അതിനെ പൂർണ്ണമായും ഞാനത് മാറ്റിത്തരികയും ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് നമുക്ക് പരസ്പരം കണ്ട് സംസാരിക്കാൻ പറ്റുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എന്നുള്ളതാണ്. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.